ഫ്ലിപ്കാർട്ടിൽ ഷോപ്പ് ചെയ്യാറുണ്ടോ? എങ്കിൽ ഈയിടെയായി ആപ്പിൽ ചില മാറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചെറിയ ചെറിയ വീഡിയോകൾ, പുതിയ ഡിസൈൻ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു വലിയ പ്ലാൻ ഉണ്ട്. ഇന്ത്യയിലെ യുവതലമുറയെ, അതായത് ജെൻസിയെ ആകർഷിക്കാനുള്ള ഫ്ലിപ്കാർട്ടിന്റെ പുതിയ തന്ത്രമാണിത്. എന്താണ് ആ മാറ്റങ്ങൾ? നമുക്ക് നോക്കാം. എന്തിനാണ് ഫ്ലിപ്കാർട്ട് യുവതലമുറയ്ക്ക് ഇത്ര പ്രാധാന്യം നൽകുന്നത്? കാരണം ഇന്നത്തെ കാലത്ത് സാധനങ്ങൾ വാങ്ങുന്നതും വീട്ടിലെ പർച്ചേസുകളെ സ്വാധീനിക്കുന്നതും അവരാണ്. അവർക്ക് നീണ്ട വിവരങ്ങൾ വായിക്കാൻ താല്പര്യമില്ല. പകരം ഇൻസ്റ്റഗ്രാം റീൽസ് പോലെ വേഗത്തിലുള്ള വിഷ്വൽ കണ്ടന്റ് ആണ് ഇഷ്ടം. അതുകൊണ്ട് അവരുമായി കണക്ട് ചെയ്യാൻ ഫ്ലിപ്കാർട്ടും മാറുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാന മാറ്റങ്ങൾ? പ്രധാനമായി 3 കാര്യങ്ങൾ. 1. ഷോർട്ട് വീഡിയോകൾ. ഇനി പ്രോഡക്റ്റുകളുടെ താഴെ നീണ്ട സ്പെസിഫിക്കേഷൻസ് ഉണ്ടാകില്ല. പകരം 10 തൊട്ട് 30 സെക്കൻഡുള്ള ചെറിയ വീഡിയോകൾ വരും. ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ എന്ന് ഈ വീഡിയോകളിൽ കാണാം. ചിലപ്പോൾ എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങരുത് എന്ന് പോലും അവർ സത്യസന്ധമായി പറയും. എന്തിനാണെന്നോ? നിങ്ങളുടെ വിശ്വാസം നേടാൻ. 2. സാധാരണക്കാർക്കും ക്രിയേറ്റർ ആകാം. ഫ്ലിപ്കാർട്ട് പല നഗരങ്ങളിലും ക്രിയേറ്റർ സിറ്റീസ് എന്ന പേരിൽ പ്രൊഫഷണൽ സ്റ്റുഡിയോകൾ തുടങ്ങുകയാണ്. ആർക്ക് വേണമെങ്കിലും അവിടെ പോയി വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. നിങ്ങളുടെ നാട്ടിലുള്ള ഒരാൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കാണിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിശ്വാസം തോന്നും, അല്ലേ? അതിനാണ് ഈ അവസരം. 3. AI ഉപയോഗിച്ച് ട്രെൻഡുകൾ. ഇൻസ്റ്റഗ്രാമിലെയോ മറ്റ് സോഷ്യൽ മീഡിയയിലെയോ ഏത് ഫാഷൻ ആണോ ട്രെൻഡിങ്, അത് തിരിച്ചറിയാൻ ഫ്ലിപ്കാർട്ട് AI ഉപയോഗിക്കും. ആ ട്രെൻഡിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിക്കും. ഇനി ഷോപ്പിങ്ങിന്റെ ഭാവി ഇതിലും അപ്പുറമാണ്. വെറുതെ സ്ക്രോൾ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് സാധനങ്ങൾ കണ്ടുപിടിക്കുന്ന രീതി തന്നെ മാറും. പകരം നമ്മൾ AIയോട് സംസാരിക്കും. എനിക്ക് 1000 രൂപയ്ക്ക് താഴെയുള്ള ഒരു നല്ല നീല സാരി കാണിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ AI ഏറ്റവും മികച്ച 3 ഓപ്ഷനുകൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. അപ്പോൾ ഷോപ്പിങ്ങിന്റെ രീതി അടിമുടി മാറാൻ പോവുകയാണ്. ഫ്ലിപ്കാർട്ടിന്റെ ഈ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.